JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, സ്റ്റെനോഗ്രാഫർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തുടങ്ങിയ തസ്തികകളിലേക്ക് നടക്കുന്ന പരീക്ഷകളുടെ എല്ലാം തന്നെ ടോപ്പിക് വൈസ്, സിലബസ് വൈസ് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിരുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആണ്. അതിന്റെ ക്ലാസ് 3 മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന്. ആദ്യത്തെ 2 ക്ലാസ്സുകൾ നിങ്ങൾ എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ടാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒക്ടോബർ 10 10/10/2021 നമ്മുടെ രണ്ടാമത്തെ മോഡൽ എക്സാം നടത്തുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് ഈ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ആദ്യം തൊട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ട് നല്ല രീതിയിൽ തന്നെ മനഃപ്പാഠമാക്കി വെക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ എ കൊല്ലേരു ലേക്ക്, ഓപ്ഷൻ ബി പുലിക്കാട്ട് ലേക്ക്, ഓപ്ഷൻ സി നാൽസരോവർ ലേക്ക്, ഓപ്ഷൻ ഡി ഊളാർ ലേക്ക്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, കൊല്ലേരു ലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. Which is the largest library in India? Which is the largest library in India? ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? ഓപ്ഷൻ എ കുദാബക്ഷ് ഓറിയന്റൽ ലൈബ്രറി, ഓപ്ഷൻ ബി സിൻഹ ലൈബ്രറി, ഓപ്ഷൻ സി സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി, ഓപ്ഷൻ ഡി നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. Which is the largest library in India? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ. Which is the biggest milk plant in India? Which is the biggest milk plant in India? ഇന്ത്യയിലെ ഏറ്റവും വലിയ മിൽക്ക് പ്ലാന്റ്, അതായത് പാൽ പ്ലാന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വെർക്ക മിൽക്ക് പ്ലാന്റ്, ഓപ്ഷൻ ബി മദർ ഡയറി, ഓപ്ഷൻ സി ബർണട്ട് ഡയറി, ഓപ്ഷൻ ഡി ലോറെ ഡയറി. വിച്ച് ഈസ് ദ ബിഗസ്റ്റ് മിൽക്ക് പ്ലാന്റ് ഇൻ ഇന്ത്യ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, മദർ ഡയറി. അടുത്ത ക്വസ്റ്റ്യൻ. Which was the first milk powder plant in India? Which was the first milk powder plant in India? അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പാൽപ്പൊടി പ്ലാന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കേദ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, ഓപ്ഷൻ ബി മെഹ്സാന ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, ഓപ്ഷൻ സി ബനസ്കന്ദ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, ഓപ്ഷൻ ഡി സബർകന്ദ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ഏതാണ് ആൻസർ? വിച്ച് വാസ് ദ ഫസ്റ്റ് മിൽക്ക് പവർ പ്ലാന്റ്, വിച്ച് വാസ് ദ ഫസ്റ്റ് മിൽക്ക് പൗഡർ പ്ലാന്റ് ഇൻ ഇന്ത്യ? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, കേദ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ. Which is the largest selling baby food in India? Which is the largest selling baby food in India? അതായത് ഇന്ത്യയിലെ ഏറ്റവും അധികം വിൽക്കുന്ന ശിശുഭക്ഷണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അമൂൽ സ്പ്രേ, ഓപ്ഷൻ ബി ഫാരക്സ്, ഓപ്ഷൻ സി നെസ്റ്റം, ഓപ്ഷൻ ഡി ന്യൂസോബി. ഏതാണ് ആൻസർ? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സെല്ലിംഗ് ബേബി ഫുഡ് ഇൻ ഇന്ത്യ?
ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, അമൂൽ സ്പ്രേയർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ടോളസ്റ്റ് medieval building in India? Which is the tallest medieval building in India? അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മധ്യകാല കെട്ടിടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബെലേം ടവർ, ഓപ്ഷൻ ബി കുത്തബ് മിനാർ, ഓപ്ഷൻ സി മിനാരറ്റ് ഓഫ് ജാം, ഓപ്ഷൻ ഡി ഗലാറ്റ ടവർ. വിച്ച് ഈസ് ദ ടോളസ്റ്റ് medieval building in India? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, കുത്തബ് മിനാർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് മൊണാസ്ട്രി ഇൻ ഇന്ത്യ? വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് മൊണാസ്ട്രി ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ ഹെമിസ് മൊണാസ്ട്രി, ഓപ്ഷൻ ബി തവാങ് ഗോംപ, ഓപ്ഷൻ സി മൈൻഡ്രോളിംഗ് മൊണാസ്ട്രി, ഓപ്ഷൻ ഡി റംടക് മൊണാസ്ട്രി. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് മൊണാസ്ട്രി ഇൻ ഇന്ത്യ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, തവാങ് ഗോംപ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഏതാണ്? ഓപ്ഷൻ എ ജമാ മസ്ജിദ്, ഓപ്ഷൻ ബി മക്ക മസ്ജിദ്, ഓപ്ഷൻ സി ബാബറി മസ്ജിദ്, ഓപ്ഷൻ ഡി മോട്ടി മസ്ജിദ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, ജമാ മസ്ജിദ്. അടുത്ത ക്വസ്റ്റ്യൻ, which is the highest mountain peak in India? Which is the highest mountain peak in India? അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏത്? ഓപ്ഷൻ എ കാഞ്ചൻജംഗ, ഓപ്ഷൻ ബി നന്ദാദേവി, ഓപ്ഷൻ സി കാമത്ത്, ഓപ്ഷൻ ഡി തൃശൂള്. വിച്ച് ഈസ് ദ ഹൈയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ഇന്ത്യ? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, കാഞ്ചൻജംഗ. അടുത്ത ക്വസ്റ്റ്യൻ, which is the largest museum in India? Which is the largest museum in India? ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നാഷണൽ മ്യൂസിയം, ഓപ്ഷൻ ബി ഇന്ത്യൻ മ്യൂസിയം, ഓപ്ഷൻ സി സാലാർ ജംഗ് മ്യൂസിയം, ഓപ്ഷൻ ഡി പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് മ്യൂസിയം ഇൻ ഇന്ത്യ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഇന്ത്യൻ മ്യൂസിയം. അടുത്ത ക്വസ്റ്റ്യൻ, which is the only palace facade in India? Which is the only palace facade in India? എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? ഇന്ത്യയിലെ ഏക കൊട്ടാരത്തിന്റെ മുൻഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സിറ്റി പാലസ്, ഓപ്ഷൻ ബി ജൽമഹൽ, ഓപ്ഷൻ സി ജന്തർ മന്ദർ, ഓപ്ഷൻ ഡി ഹവാ മഹൽ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹവാ മഹൽ. അടുത്ത ക്വസ്റ്റ്യൻ, which is the palace with 1000 doors in India? Which is the palace with 1000 doors in India? അതായത് ഇന്ത്യയിലെ 1000 വാതിലുകളുള്ള കൊട്ടാരം ഏതാണ്? ഓപ്ഷൻ എ ഉമേദ് ഭവൻ, ഓപ്ഷൻ ബി ഹസാർ ദുവാരി, ഓപ്ഷൻ സി ജഹാംഗീരി, ഓപ്ഷൻ ഡി ലെഗ് പാലസ്. Which is the palace with 1000 doors in India? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഹസാർ ദുരൈ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, ഹസാർ ദുവാരി. അടുത്ത ക്വസ്റ്റ്യൻ, which is the palace located on lake in India? Which is the palace located on lake in India? അതായത് ഇന്ത്യയിലെ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം ഏതാണ്? ഓപ്ഷൻ എ ലെഹ് പാലസ്, ഓപ്ഷൻ ബി ലേക്ക് പാലസ്, ഓപ്ഷൻ സി ജൽ മഹൽ, ഓപ്ഷൻ ഡി ജഹാംഗീരി മഹൽ. വിച്ച് ഈസ് ദ പാലസ് ലൊക്കേറ്റഡ് ഓൺ ലേക്ക് ഇൻ ഇന്ത്യ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ലേക്ക് പാലസ്.
അടുത്ത ക്വസ്റ്റ്യൻ, which is the largest planetarium in India? Which is the largest planetarium in India? എന്താണ് ആ ചോദ്യത്തിന് അർത്ഥമാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാനറ്റോറിയം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബിർള പ്ലാനറ്റോറിയം ചെന്നൈ, ഓപ്ഷൻ ബി ബിർള പ്ലാനറ്റോറിയം ഹൈദരാബാദ്, ഓപ്ഷൻ സി ബിർള പ്ലാനറ്റോറിയം ജയ്പൂർ, ഓപ്ഷൻ ഡി ബിർള പ്ലാനറ്റോറിയം കൊൽക്കത്ത. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റോറിയം ഇൻ ഇന്ത്യ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ബിർള പ്ലാനറ്റോറിയം കൊൽക്കത്ത. അടുത്ത ക്വസ്റ്റ്യൻ, which is the largest plateau in India? Which is the largest plateau in India? എന്താണ് ആ ചോദ്യത്തിന് അർത്ഥമാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മൽവ പ്ലേറ്റോ, ഓപ്ഷൻ ബി ചോട്ടൻഗപൂർ പ്ലേറ്റോ, ഓപ്ഷൻ സി മേഘാലയ പ്ലേറ്റോ, ഓപ്ഷൻ ഡി ഡെക്കാൻ പ്ലേറ്റോ. ഏതാണ് ആൻസർ? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്ലേറ്റോ ഇൻ ഇന്ത്യ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഡെക്കാൻ പ്ലേറ്റോ. അടുത്ത ക്വസ്റ്റ്യൻ, which was the first general post office opened in India? Which was the first general post office opened in India? Option A Bangalore, option B Chennai, option C Kolkata, option D Mumbai. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ് ഇന്ത്യയിലെ തുറന്ന ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബാംഗ്ലൂർ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി മുംബൈ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ചെന്നൈ. അടുത്ത ക്വസ്റ്റ്യൻ, which is the largest GPO in India? Which is the largest GPO in India? ഇന്ത്യയിലെ ഏറ്റവും വലിയ GPO ഏതാണ്? ഓപ്ഷൻ എ ബാംഗ്ലൂർ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി മുംബൈ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, മുംബൈ. അടുത്ത ക്വസ്റ്റ്യൻ, which is the largest prison in India? Which is the largest prison in India? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തീഹാർ ജയിൽ, ഓപ്ഷൻ ബി യർവാദ സെൻട്രൽ ജയില്, ഓപ്ഷൻ സി പുഴൽ സെൻട്രൽ ജയില്, ഓപ്ഷൻ ഡി നൈനി സെൻട്രൽ പ്രിസൺ. ഓപ്ഷൻ എ തിഹാർ ജയില്, ഓപ്ഷൻ ബി യർവാദ സെൻട്രൽ ജയില്, ഓപ്ഷൻ സി പുഴൽ സെൻട്രൽ പ്രിസൺ, ഓപ്ഷൻ ഡി നൈനി സെൻട്രൽ പ്രിസൺ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്രിസൺ ഇൻ ഇന്ത്യ? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, തീഹാർ ജയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, which is India's largest state by area? Which is India's largest state by area? വിസ്തീർണം അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി സിക്കിം, ഓപ്ഷൻ ഡി ബീഹാർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, which is India's smallest state by area? Which is India's smallest state by area? വിസ്തീർണം അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി സിക്കിം, ഓപ്ഷൻ ഡി ബീഹാർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, ഗോവ. അടുത്ത ക്വസ്റ്റ്യൻ, which is the most populated state of India as per 2011 census? Which is the most populated state of India as per 2011 census? അതായത് 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി സിക്കിം, ഓപ്ഷൻ ഡി ബീഹാർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, which is the least populated state of India as per 2011 census? Which is the least populated state of India as per 2011 census? 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം. ഓപ്ഷൻ എ സിക്കിം, ഓപ്ഷൻ ബി ചണ്ഡീഗഡ്, ഓപ്ഷൻ സി മിസോറാം, ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, സിക്കിം. അടുത്ത ക്വസ്റ്റ്യൻ, which is the most densely populated state of India as per 2011 census? അതായത്
2012 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി കേരള, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ബീഹാർ. അടുത്ത ക്വസ്റ്റ്യൻ. Who was the first Mauryan emperor who began to think in stone? Who was the first Mauryan emperor who began to think in stone? അതായത് കല്ലിൽ ചിന്തിക്കാൻ തുടങ്ങിയ ആദ്യത്തെ മൗര്യ ചക്രവർത്തി ആരായിരുന്നു? ഓപ്ഷൻ എ ചന്ദ്രഗുപ്ത, ഓപ്ഷൻ ബി ബിന്ദുസാര, ഓപ്ഷൻ സി അശോക, ഓപ്ഷൻ സി ഡി ദശരഥ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, അശോക. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following is the oldest stupa? Which one of the following is the oldest stupa? എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? ഇനി പറയുന്നവ ഏതാണ് ഏറ്റവും പഴയ സ്തൂപം? അമരാവതി സ്തൂപ, ഓപ്ഷൻ ബി ഗാന്ധാര സ്തൂപ, ഓപ്ഷൻ സി സാഞ്ചി സ്തൂപ, ഓപ്ഷൻ ഡി സ്വയംഭൂനാഥ സ്തൂപ. Which one of the following is the oldest stupa? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, സാഞ്ചി സ്തൂപ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.